ഹലോ, വെൽക്കം ടു നിഷാന്ത് മനു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതെ, നമ്മളിന്ന് ചേച്ചിയുടെ ഫ്ലാറ്റിൽ വന്നപ്പം ഇവിടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്നാണ് ഓപ്പൺ ചെയ്യണത്. അപ്പം അവിടെ നിന്ന് കയറി നമുക്ക് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അകത്തേക്ക് അവരെല്ലാം പോയിട്ടുണ്ട്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നതാണ്. അവരെല്ലാം അകത്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്ക് പോകാം. ടിക്കറ്റ് എടുത്തോ? എങ്ങനെയാണ്ടൊക്കെ ടിക്കറ്റ് ഒപ്പിച്ചു അല്ലേ? കൊള്ളാം. എത്ര രൂപ വെച്ചാ? എത്ര രൂപ? അഡൾട്ട്സിന് 100, അമ്മയ്ക്ക് 50, സീനിയർ സിറ്റിസൺ 30. അപ്പോൾ ഇവൾക്ക് 30, ബാക്കിയുള്ളവർക്ക് ഫ്രീയാ? ഫ്രീ. കൊള്ളാം. വരുമ്പം തന്നെ ഇവിടെ ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് ഇങ്ങോട്ടേക്കാട്ടോ പോകേണ്ടത്. അവിടെ തന്നെ എങ്ങോട്ടാണ് പോണേ? ഇതിൽ കൂടെ പോണേ? ഇതിൽ കൂടെ പോകണമെന്ന് ചോദിച്ചു സഞ്ജു. അപ്പം നമുക്ക് ഈ വഴി പോകാം. അവിടെ കുറേ പേര് വെയിറ്റ് ചെയ്യേണ്ടിരിക്കുന്നുണ്ട്. അതിന് വല്ലതും ബസ്സൊക്കെ ഉണ്ടല്ലോ. ബസ് ഇനി വരാൻ വേണ്ടിയാണെന്ന് അറിയില്ല. ഏതായാലും എൻട്രി ഇതിൽ കൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ആദ്യത്തെ ദിവസമായിട്ട് കാര്യം പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല. പുറമേ കുറേ വണ്ടികളെ കിടക്കണുണ്ടപ്പം ഭയങ്കര തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അകത്തത്ര ഏരിയ ഇത്ര ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം കയറി തുടങ്ങാം. ഇനി പരിപാടികൾ എന്നാന്ന് നോക്കട്ടെ. എഴുതിയിട്ടുണ്ടോ? സുവോളജിക്കൽ പാർക്ക് എഴുതിയിട്ടുണ്ടോ? പുത്തൂർ. അത് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ? ഒരു വീഴ്ചയൊക്കെ എങ്ങനെ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ശരിയായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ മുതലേ കാണാൻ പോകാം. മുതലേ കാണാൻ പോകാം. ഓക്കെ, ഇറങ്ങണല്ലേ? ഞാൻ ആദ്യം തന്നെ മുതലേ കണ്ടിട്ടുണ്ട്. കൊള്ളാം. ഫുൾ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ? കാണാം. വാ, ഇനി നമുക്ക് മൂവ് ചെയ്യാം. വാ, മുതലേ മാത്രം കണ്ടാൽ പോരല്ലോ. വേറെ മുതലേ ഉണ്ടായിരിക്കും ഇവിടെ വല്ലതും. വേറെ ഏരിയ ഒക്കെ ഉണ്ട്, പക്ഷെ മുതലൊന്നും കണ്ടില്ല കേട്ടോ. ദേ കിടക്കണം. വലിയ മുതല ഇതാക്കണം. വലുത് അപ്പം കണ്ടില്ല മുതല. ആദ്യം കണ്ടതിനേക്കാളും നല്ലോണം കാണാൻ പറ്റില്ല. ഓ, മുതലേ കണ്ടുപിടി. തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? തുടക്കം തന്നെ മുതലേ മാത്രമല്ല കണ്ടുള്ളൂ, വേറെ ഒന്നിനും കണ്ടില്ലല്ലോ. നോക്കട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. മുതലേം കണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ എന്താ ഒരു വലിയൊരു സംഭവമുണ്ട്. ഇവിടെ പക്ഷെ ഒന്നുമില്ല. ഇങ്ങനെ വരുമായിരിക്കും. ഇവിടെ കുറേ കിളികളുടെ കേജസ് പോലെയൊക്കെ സംഭവങ്ങളുണ്ട്. ഒരു സ്റ്റെപ്പൊക്കെ കയറിക്കൊണ്ടിരിക്കുക. കുറേ ഏരിയ ഉള്ളതുകൊണ്ട് എങ്ങോട്ടേക്കൊക്കെ എന്നാൽ ഒരു പിടിയും കിട്ടണമല്ലോ. ഇനിയിപ്പോൾ അടുത്ത സോണിലേക്ക് കയറിയേക്കുവാണ്. എല്ലാവരും ഇതിക്കൂടെ ഇങ്ങി നടക്കണ്ട. എന്തോ ഒരു പിള്ളേർ ഏതാ വെക്കേഷൻ അല്ല, മറ്റേ ട്രിപ്പ് അല്ലേ സ്കൂളിൽ നിന്ന്, അതുപോലെ ഇതിൽ കൂടെ പോകണ്ടേ? സ്പോട്ടഡ് ഡിയർ എവിടെ? ഇതിൽ കൂടെ ആണോ? മാൻ്റെ ഏരിയ ആണ് കണ്ടോ? സ്പോട്ടഡ് ഡിയർ. മാൻ എവിടെ ഉണ്ടോ നോട്ടെ? മാനുണ്ടോ എവിടെ? ദേഹിക്കണോ. അങ്ങനെ മാനിനെ കണ്ടു അല്ലേ? മാനിനെ കണ്ടല്ലോ അല്ലേ? അങ്ങനെ മാനിനെ കണ്ടു, മുതലേം കണ്ടു. ഇനി എന്നാ ഉണ്ട്? എവിടെ? ഇതിൽ കൂടെ മാനെ കണ്ടു അല്ലേ? എവിടെ? 3. എവിടെ? ഹട്ടിൻ്റെ പുറയിലോ? എവിടെ? മുകളിലോ? ഓക്കെ. അതെ, ഒരു മാന ഇവിടെ ഉണ്ട്. അപ്പോൾ നടക്കുന്ന വഴികളൊക്കെ ഭയങ്കര രസം കേട്ടോ. എല്ലാ ചെടികളൊക്കെ വെച്ച അടിപൊളിയാണ്. ഇനി ഇതൊക്കെ ഭാവിയിൽ ചെടികളൊക്കെ വളർന്ന അടിപൊളിയാവുമായിരിക്കും. ഇപ്പം തന്നെ നല്ല രസമാണ് കാണാൻ. അവിടെ നനയ്ക്കാനൊക്കെ ഉണ്ട്. അവിടെ ഇടയ്ക്ക് കൂടെ സ്പ്രിംഗ്ലർ പോയിക്കൊണ്ടിരിക്കണേ. വാവ്, നല്ല സ്പോട്ടാണ്. നടക്കണ ഏരിയ ആണെങ്കിലും നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല ഭംഗിയുണ്ട്. അല്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയതാ. യെസ്. എന്ത് രസമാണ് അല്ലേ? താഴേക്ക് ആണെങ്കിലും അടിപൊളി. ഇതിപ്പോൾ തുടക്കമായോണ്ടായി അല്ലേ ഇത്ര ഭംഗി. അപ്പം മാനൊക്കെ ഇതിൽ കൂടെ വരുമ്പോൾ ഇതിൽ കൂടെ കാണാൻ പറ്റുമെങ്കിലോ? നടന്ന് ഊപ്പാട് തീരുന്ന മാത്രമേ ഉള്ളൂ അല്ലേ? 5 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടോ? 5 കിലോമീറ്റർ ഉണ്ടോ? 5 കിലോമീറ്റർ ചേച്ചിയാട്ടോ പറഞ്ഞേ. ഉണ്ടോ? കുറച്ചുണ്ട് നടക്കാൻ. ഇപ്പം തന്നെയായി. അല്ല, ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ
360 ഏക്കറോ? ഇനി തുടക്കമല്ലേ, തുടക്കത്തിൽ അതിന് എന്നാ ഉണ്ടാവാന് ഇത്രേ ഉള്ളൂ. ഇപ്പം ആകെ മറ്റേ മാനൊക്കെയാണല്ലോ 3 മാനൊക്കെ. പക്ഷേ ഇനി വരുമായിരിക്കും. ഇനി തുടക്കം ഇങ്ങനെയൊക്കെയാണല്ലോ. കൊള്ളാം. എന്നായാലും നല്ല ഭംഗിയുണ്ട് അതിലും കാണാൻ. താഴേക്കൂടെ വഴിയുണ്ടല്ലോ, അതെങ്ങോട്ടേക്കാണ് ഇനി? ഇവിടെ എന്നാ സംഭവം? ഇവിടെ എന്താണ് സംഭവം? പുഴു എന്നാന്ന് ഇവിടെ എന്താ? ആ അതെ അതെ അതെ, സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് പോലെയൊക്കെ ഇരിക്കുന്നത് എന്നാണ്. ഓ ഇവിടെ ഫോട്ടോ. ഓ ഞാൻ നിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതല്ല, ഞാൻ അതുങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഏതാണ്ട് കുറേ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണല്ലോ. ഇതെന്നാ അറിയാതെ ഇരുന്നൊരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് ഈ വഴി പോവുകയാണെങ്കിൽ കുരങ്ങനെയൊക്കെ കണ്ടിട്ട് ആ വഴി പുലിയെ കാണാൻ പോകാമെന്നല്ല പറഞ്ഞത്. ഓ നടന്ന് ശ്വാസം മുട്ടുക, അതുകൊണ്ട് പറയാനൊന്നും പറ്റണില്ല. ഇപ്പോഴേ ഇത്ര നടന്നത് ഒന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞല്ലേ. ഓ ഇത് കുരങ്ങനെ കാണാൻ വേണ്ടി ഇഷ്ടംപോലെ നടക്കാണ്ടല്ലോ അഞ്ചു. എൻ്റെ പിന്നെ ഞാൻ കുരങ്ങനെ കാണണമെന്ന് പറഞ്ഞത് നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് കടന്നേക്കുവാണ്. ഒരു ഗുഹ പോലൊരു സെറ്റപ്പാണ് ഇതന്നെ. ഇത് വുഡ് പോലത്തെ എന്തോ ഒരു സംഭവമല്ലോ, അടിപൊളി. ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. പക്ഷെ വന്നപ്പോൾ തന്നെ കുളമൊക്കെ ഉണ്ടോ? എവിടെ മുകളിലോ? ഓ ഈ പാലം മൊത്തം ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇതിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോകണം. പോയി ആ മുകളിലെ കണ്ട എന്നാ മനസ്സിലാവാതെ. ഏരിയ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പക്ഷെ ഒന്നിനും കാണുന്നില്ലല്ലോ ഇന്നല്ലേ. കുറേ നടന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെ കാണാൻ പറ്റുള്ളൂ. അയ്യോ നടന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാ? പിള്ളേർക്ക് എന്നാലും ഓടിക്കളിക്കുക ഇഷ്ടം പോലെ. അവരിവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഓ ഇവിടെ വരെ വന്നിട്ട് കുരങ്ങനെ കണ്ടോടാ. ദൈവമേ, ഇവിടെ വരെ വന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കുരങ്ങൻ തേക്കണം. ഇവിടെ വേറെ ഉണ്ടോ? വേറെ ഓടിക്കണം. ആ തേക്കണം. ഓടിച്ചു ഗോയ്സ്. എവിടെ? ഇവിടെ ഇരിക്കണ്ടോ? തേക്കണോ? എൻ്റെ ഇടയ്ക്കേ കൂടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും കാണത്തില്ല. ആ അതെ കണ്ടു. ഇവിടെ പണി പൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കണ്ടോ തന്നെ. പണി പൂർത്തിയായിട്ടില്ല തന്നെ ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ തന്നെ. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി ഏരിയ കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. സഞ്ജു ആണെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നല്ല ഏരിയ. കുരങ്ങനെ കാണാമെന്ന് പറഞ്ഞു പോയി 2 കുരങ്ങനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുന്നു. ഇനി പുലിയെ കാണാൻ പറ്റുമെന്നോ അവിടെ? അവരെന്ത് ചെയ്യുന്നോ? അവർ നേരത്തെ വന്നായിരുന്നു ഇങ്ങോട്ടേക്ക്. അവരെന്ത്? അതെ അവരതേക്കണു. വാ നീ പുലിയെ കാണാൻ നോക്കാം. അവിടെ എന്നാ? ഇവിടെ എന്നാ ചായ കുടിക്കണോ? ബർഗർ, കട്ട്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോളിയുണ്ട്, പഴംപൊഴിയുണ്ട്. പിള്ളേർക്ക് പോപ്കോൺ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും പറ്റിയതില്ല. പോപ്കോൺ തിന്നട്ടെ പിള്ളേർ. കോഫിയും മേടിച്ചിട്ടുണ്ട്. ഈ കോഫി ആർക്കാ കോഫി? എനിക്കാ? നീ കുടിക്കുക? അയ്യോ എൻ്റെ കൈ പൊട്ടി. അല്ല ഇവിടെ നീ കുടിക്കും. നീ കുടിച്ചിട്ട് എനിക്ക് എന്നാ കൈ പിടിച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. പിള്ളേർക്ക് പോപ്കോൺ കിട്ടിയ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പോപ്കോൺ തണുപ്പിരിക്കുന്നുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി തണുത്തുണ്ട്, പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സാധനം. അടുത്ത ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം എന്നാണ്ടൊക്കെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും കംപ്ലീറ്റഡ് അല്ലെന്ന് തോന്നുന്നു. പണി നടക്കുന്നേ ഉണ്ടാക്കിയുള്ളൂ. അടുത്ത ലെപ്പേർഡിനെ കാണാൻ പോകണം. പുലിയെ കാണാൻ പറ്റുമോ? പുലിയുണ്ടോ? പുലിയെ കണ്ട ഗോയ്സ്. എവിടെ പുലിയുണ്ടോ? എവിടെയായിട്ട്? അതെ ഇരിക്കണോ പുലി? ഇരിക്കണോ? ഇറങ്ങാം. വേറെ ഉണ്ടോ? ഒരെണ്ണത്തിന് ഉണ്ടല്ലോ. നമ്മുടെ ചില്ലൊക്കെ ഇപ്പം ഇങ്ങോട്ടേക്കൊക്കെ വരുവാണെങ്കിൽ രസമായിരുന്നു. ഇരിക്കണോ? കണ്ടോ? എൻ്റെ ഫോണിൽ കൂടെ ഞാൻ കാണിച്ചു കൊടുക്കണം.
ഫോണിൽ കൂടെ കണ്ടാലേ കാണുള്ളൂ എല്ലാം. മൊബൈലിൽ കൂടെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അങ്ങ് ദൂരെ പോയിരിക്കണം. കാണാൻ ഇച്ചിരി സെറ്റപ്പ് സ്ഥലങ്ങളെത്തിട്ടോ. ആ ഇച്ചിരി രസമുണ്ടല്ലോ കാണാൻ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പുലി കടുവയൊക്കെ നിൽക്കുന്ന സ്ഥലം വന്നപ്പോൾ ഇച്ചിരി ഭംഗിയുണ്ട് കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. പൊളിച്ചു അടിപൊളി സൂപ്പർ പൊസിഷൻ. ഇവിടെ വന്നിട്ട് ആകെ മുതലായത് ഇതല്ലേ, വേറെ ഒന്നിനും ശരിക്കും കാണാൻ പറ്റിയില്ല. ഓ അടിപൊളി, ഇത് അടിപൊളിയായിട്ട് കണ്ടു. പൊളിച്ചു. എൻ്റെ അമ്മ ഇതെന്നാ മുതല. ഇത് മാത്രം മുതലായില്ലേ, അടിപൊളി. ഇത് മതി മുതലായി അത് വിളിച്ചു. എന്നാ ഭംഗിയല്ലേ. എല്ലായിടത്തും ഇങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. സംഭവമൊക്കെ നൈസാ. ഒന്നോടൊന്ന് സെറ്റായി വന്നം. ആ പക്ഷെ ഇപ്പം അത് കാണാനില്ലാത്തേ ഉള്ളൂ. ഇനി ഭാവിയിൽ ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ അടിപൊളിയായിരിക്കും. നടന്നു കൊടുക്കും. ഈവനിങ് വാക്കാ തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലേ. അത് പൊളിച്ചു. ഇവിടുന്നല്ല ഇപ്പം അവിടെ ചില്ലിട്ട സ്ഥലത്തേക്കല്ലേ നല്ല വ്യൂ ആയിട്ട് ഇവിടുന്ന് നല്ലോ പൊളിച്ചു. എന്നിട്ടാൽ മതല്ലേ. ഇവിടുന്നുള്ള വ്യൂ എന്നാ അടിപൊളിയാണ്. ഇവിടെ ആട്ടെ ഇങ്ങനെ നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് അടിപൊളി. ഓ കിടിലൻ. കയറിയെന്ന് തോന്നുന്നില്ല അകത്തേക്ക്. ഇല്ലല്ല കയറിയില്ല. കേൾക്കണോ അതാന്ന് തോന്നുന്നു കേജ്. ഓ രക്ഷയില്ലല്ലേ. എന്നാ രസമല്ലേ. ഇവിടെ വന്നതിൻ്റെ മുതലായത് ഇതാ. അതിനായാലും പൊളിച്ചോളൂ അഞ്ചു. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. ആ തൊട്ടടുത്ത് കാണാൻ പറ്റി. ഇത്ര അടുത്ത് ഞാൻ കുറേ ആദ്യമായിട്ടാണ് കാണണം ശരിക്കും പറഞ്ഞല്ലേ. സൂയിലുണ്ട് പക്ഷെ കൂടിൻ്റെ അകത്തല്ലേന്നോ ഇതുപോലെ ഇങ്ങനെ ഒലാത്തിക്കൊണ്ട് അല്ല. നമ്മൾ തായ്ലൻഡിൽ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. തായ്ലൻഡിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കാണണേ. സത്യം അത് ഞാനും ആലോചിച്ചു. പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ഇതുണ്ട്, ഇലക്ട്രിക് ഫെൻസും അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെന്നാ അവിടുന്ന് ഇവിടം വരെ കാണാൻ പറ്റില്ലല്ലോ. ക്ഷീണിച്ചു തോന്നണോ. നടന്ന് ക്ഷീണിച്ചപ്പോൾ അവിടെ ഇരുന്നു. ടയറിന് വെള്ളം കേട്ടോ. ആ കിടില്ല. ആ നോട്ടാണ് മെയിൻ. ഉണ്ട്. അടുത്ത സ്ഥലത്ത് വന്ന് കാര്യം സഹിച്ചു ഗൈസ്. ഇനിയെങ്കിലും പോയിക്കൂടെ ചോദിച്ചേ. ഇവിടെ പോത്തവിടെ. ആ അതേ ഇവിടുന്ന് ബൈസണുണ്ട്. ബൈസണാണോ അത്? ഇത് അതെ ബൈസണാണ്. അതോളാം. അതെങ്ങോട്ടാ? അതിൽ കൂടെ എങ്ങനെ പോകണം? അങ്ങോട്ടെങ്ങനെ പോകണം? അങ്ങോട്ടെങ്ങനെ പോകാൻ പറ്റും? അതിനൊരു 10 കിലോമീറ്റർ നടക്കേണ്ടി വരുന്നൊക്കെ അല്ലേ. ആ വലിയ കാണിച്ചു തരാം. ബാബാ ഇങ്ങോട്ടോ കാണിച്ചു തരാം. ഇതേക്കോ കേട്ടോ. ടൈഗറിനെ കണ്ടു വന്നപ്പോഴും വീണ്ടും കഫേ. ഇത് എവിടെ നോക്കിയാലും കഫേലോ. ഉമ്മാർ കഫേലും കുറേന്ന് കുറേ പൈസ ഉണ്ടാക്കുമല്ലോ അല്ലേ. തീറ്റ നമ്മളെല്ലാവരുടെയും വീക്ക്നെസ്സാന്ന് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാമെന്നല്ലേ. എവിടെ ചെന്നാലും തിന്നാം. തീറ്റയ്ക്കൊരു കുറവുണ്ടാവില്ല. ബാ തരാം, മേടിച്ചുതരാം ഐസ്ക്രീം മേടിച്ചുതരാം. ബാ കേട്ടോ. ഇവിടുത്തെ ബസ് സർവീസോ ഇത് ഇലക്ട്രിക് ബസ്സാട്ടോ. ഇലക്ട്രിക് ബസ്സാ. ആ പക്ഷെ അതിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അല്ലെ. വേറെ ഇതല്ലാതെ നമ്മൾ കണ്ടതല്ലാതെ വേറെ വല്ലതും കാണാനുണ്ടോ ശരിക്കും? അത് തന്നെ. അല്ല ഇതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ ഇതിന്? വേറെ വല്ലതും ഇല്ലല്ലോ. ലയൺ ഉണ്ടോ എന്നുള്ളത് ഒന്ന് അറിയണം. ആരിലും വ്ളോഗ് ഇട്ടതിൻ്റെ അകത്ത് ലയൺ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമ്മളിട്ട കണ്ട സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നണേ. അങ്ങനെ കുറേ കാഴ്ചകൾ. പുലിയെ കണ്ടു, മാനിനെ കണ്ടു, മുതലേ കണ്ടു അല്ലേ മെയിനായിട്ട്. എല്ലാത്തിനെയും കണ്ടില്ലേ ആമിക്കുട്ടി? അതെ. ഇനിയിപ്പം തിരിച്ചിറങ്ങാം അതൊക്കെ. മഴയ്ക്ക് മുമ്പ് മഴ പെയ്യുന്നു തോന്നിങ്ങനെ കുറേ നേരം ഇരുണ്ടിരിക്കാൻ തുടങ്ങിയിട്ടാ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സഞ്ജു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത്രേ ഉള്ളൂ. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നടി? ആ പിന്നെ പാർക്ക് സൂല് വരുമ്പം അങ്ങനെ ഇച്ചിരി നടക്കുകയൊക്കെ ചെയ്യണം. ഇതൊക്കെ എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കണം. എന്നാലും കുഴപ്പമില്ല.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബായ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ, ഇവിടുത്തെ പാർക്കിംഗ് ഫീ വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ.